ബോർഡറിലൂടെ മയക്കുമരുന്ന് കടന്നുണ്ടെങ്കിൽ അത് തടയേണ്ട പണി ആരുടെയാണ്? അത് തടയേണ്ട പണി ട്രംപിൻ്റെയാണ്. അതിന് പകരം അത് വരുന്ന സ്ഥലത്ത് നിന്ന് ആളുടെ പ്രസിഡന്റിനെ പൊക്കുക. അങ്ങനെയാണ് ഇവർക്ക് പോയിട്ട് ആ ഡ്രഗ് കാർട്ടലുകൾ പിടിച്ചാൽ പോരെ. ഈ മറീനുകളെ പറഞ്ഞിട്ട് ഡ്രഗ് കാർട്ടലുകൾ മുഴുവൻ നാമാവശേഷമാക്കിയാൽ പോരെ. മറ്റു രാജ്യങ്ങളിൽ പോയി ടെററിസ്റ്റുകൾ ആക്രമിക്കുന്നവരെ. വെനസ്വേലയിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമല്ലോ ആദ്യം. നമ്മളതിന് വളരെ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മളും കൂളായിട്ടാണ് അതിനെ കാണുന്നത്. അതായത് ഈ ട്രംപ് ചെയ്ത എന്തോ ഒരു ഹീറോയിക് പരിപാടിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. എന്തോ സംഭവമാണ്, മാധ്യമങ്ങളുണ്ട്. വന്ന് പിടിച്ചുകൊണ്ടാകും പോയി, രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോയി വീരസ്യം പറയുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇതെന്താണ്? അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, അമേരിക്കൻ നിയമങ്ങളുടെ ലംഘനമാണ്. അമേരിക്കയുടെ നിയമം തന്നെ ലംഘിക്കുകയാണ്. കാരണം മറ്റൊരു സോവറിൻ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവരുന്ന അമേരിക്ക സമ്മതിക്കില്ല. പക്ഷേ അമേരിക്ക ട്രംപ് അതിനെ ഇനി ന്യായീകരിക്കുന്നത് അയാളെ ഭരണാധികാരിയായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അയാളുടെ ഇലക്ഷൻ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ ന്യായം. ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ട്. 89 പനാമയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം. അതും ഈ പറഞ്ഞുകൊണ്ടാണ് ഡ്രഗ് കടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അമേരിക്കയിലേക്ക് വരുന്ന ഡ്രഗിൻ്റെ 10% പോലും വെനസ്വേലയിൽ നിന്ന് വരുന്നില്ല. വെനസ്വേലയിൽ ഉൽപ്പാദിപ്പിച്ച ഡ്രഗ് അല്ല അമേരിക്കയിലേക്ക് വരുന്നത്. വെനസ്വേല ഒരു ഇടത്താവളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അവിടേക്കും പ്രധാനമായും ഡ്രഗ്സ് വരുന്നത് മെക്സിക്കോയിൽ നിന്നും കൊളംബിയയിൽ നിന്നുമാണ്. അങ്ങനെ നാളെ പോയിട്ട് അവർ രണ്ടുപേരും പൊക്കി കൊണ്ടുവരുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ല, ഈ പറയുന്ന ബോർഡറിലൂടെ മയക്കുമരുന്ന് കടന്നുണ്ടെങ്കിൽ അത് തടയേണ്ട പണി ആരുടെയാണ്? അത് തടയേണ്ട പണി ട്രംപിൻ്റെയാണ്. അതിന് പകരം അത് വരുന്ന സ്ഥലത്ത് നിന്ന് ആളുടെ പ്രസിഡന്റിനെ പൊക്കുക. അങ്ങനെയാണ് ഇവർക്ക് പോയിട്ട് ആ ഡ്രഗ് കാർട്ടലുകൾ പിടിച്ചാൽ പോരെ. ഈ മറീനുകളെ പറഞ്ഞിട്ട് ഡ്രഗ് കാർട്ടലുകൾ മുഴുവൻ നാമാവശേഷമാക്കിയാൽ പോരെ. മറ്റു രാജ്യങ്ങളിൽ പോയി ടെററിസ്റ്റുകൾ ആക്രമിക്കുന്നവരെ. അപ്പോൾ ഇത് നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇപ്പോൾ ഇന്ന് 5-ാം തീയതിയാണല്ലോ. ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തരമായി യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് റഷ്യയും ചൈനയൊക്കെ പറയും ഇത് കാണിച്ച പോക്രിത്തനാണ് എന്തെങ്കിലും പറയും. ഇവർ വീറ്റോ ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിൽ രസകരമായ കാര്യം, അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവ്, എന്താണ് മരിയ മച്ചാഡോ എന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് നോബൽ സമ്മാനം കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷ അവരായിരിക്കും ഇനി അടുത്ത പ്രസിഡന്റ്. അവരെ പ്രസിഡന്റ് ആക്കാൻ പറഞ്ഞാൽ അവർ പറ്റില്ല, അവർക്ക് അത്ര പോപ്പുലർ സപ്പോർട്ടില്ല എന്ന്. ഏത് അവിടുത്തെ പ്രതിപക്ഷമെന്ന് അമേരിക്ക തന്നെ അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന അവരോട് പറയാം അവർക്ക് അത്ര പോപ്പുലാരിറ്റി വരാ. ട്രംപ് പറയാണ്. അതിൻ്റെ കാരണം എന്താ? അളിയന് കൊടുക്കാത്ത നോബൽ പ്രൈസ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഇനി അവർ പോരാ, ഞങ്ങൾ നേരിട്ട് ഭരിച്ചോളാം എന്നുള്ളതാണ് ഇപ്പോൾ ലൈൻ.